വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരെ റാന്നിയിലെ കോടതിയിലേക്കായിരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സ്വാഭാവികമായും ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ നീക്കമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നടന്ന നീക്കത്തിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പത്തനംതിട്ടയിൽ നിന്നുള്ള വാഹനങ്ങളുണ്ട്. ഇതിൽ പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്. SP ശശിധരനുണ്ട്. അവരടക്കമുള്ള ആളുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്തനംതിട്ടയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നിർണായകമായിട്ടുള്ള വിവരം, വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ അത് നടക്കുന്ന ഒരു മണിക്കൂറായി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഈ നമ്മുടെ ക്യാമറമാർ ഈ ദൃശ്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വാഹനം അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. വളരെ നിർണായകമായിട്ടുള്ള നീക്കം. രണ്ടാമതും, അതായത് ഇന്ന് SP ശശിധരൻ രാവിലെ തിരിച്ചെത്തിയ ശേഷം രണ്ടാമതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമാണ്, കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം അത് എവിടെ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് കടന്നുപോയത്. ഈഞ്ചക്കലിൽ നിന്നും പോലീസ് വാഹനം, അതായത് പ്രത്യേക സംഘത്തിന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വാഹനവ്യൂഹം നേരെ പത്തനംതിട്ട റാന്നി ഓഫീസിലേക്കായിരിക്കും, റാന്നി കോടതിയിലേക്കായിരിക്കാം പോവുക. ക്യാമ്പിലേക്ക് പോകില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ, സൂചനകൾ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വാഹനവ്യൂഹം പോകുന്നത് റാന്നി കോടതിയിലേക്കായിരിക്കും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനൊടുവിൽ പലതരത്തിലുള്ള നിർണായക വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പ്രത്യേക സംഘത്തിന്റെ വാഹനവ്യൂഹം ഈഞ്ചക്കൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇനി റാന്നി കോടതിയിലേക്ക് ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് പങ്കുവെച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആ വിവരങ്ങൾ പങ്കുവച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ വാഹനങ്ങൾ പോകുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പത്തനംതിട്ടയിലേക്കുള്ള യാത്ര അത് ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട മൂവായി, വളരെ പ്രധാനപ്പെട്ട നീക്കമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള നീക്കങ്ങൾ വന്നതാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോകുന്ന വാഹനം അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 3 ജീപ്പുകളിലായി SP ശശിധരന്റെ വാഹനമടക്കമുള്ള വാഹനവ്യൂഹം ശബരിമലയിലേക്ക്, റാന്നിയിലേക്ക് പോകുന്നു. എവിടെയാണ്, ആർക്കാണ് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണം കൊടുത്തത് എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയതാണ് അന്വേഷണ സംഘത്തോട്. കൽപേഷിന്റെ പേര് നമ്മൾ കേട്ടതാണ്, നാഗേഷിന്റെ പേര് നമ്മൾ കേട്ടതാണ്. സന്നിധാനത്ത് നിന്ന് ബാംഗ്ലൂരും കടന്ന് ഹൈദരാബാദിലേക്കും, ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അവിടെ നിന്ന് തിരികെ ബാംഗ്ലൂരിലേക്ക്, അവിടെ നിന്ന് ബെല്ലാരിയിലേക്ക്, അങ്ങനെ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ നിർണായക ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത് പലതരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അത് കോടതിയിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യും. SK ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്. അതായത് ഏറ്റവും ഒടുവിൽ നടന്ന, അതായത് മിനിറ്റുകൾക്ക് മുൻപ് നടന്ന മിനിറ്റിന് മുൻപ് നടന്ന ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പ്രത്യേക SIT സംഘത്തിന് മുൻപാകെ നൽകി എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമാണ്. ആ വിവരങ്ങൾ കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SP ശശിധരന്റെ വാഹനം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരന്റെ വാഹനമടക്കം 4 വാഹനങ്ങൾ റാന്നിയിലേക്ക് പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയേറെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആ കോൺഫിഡൻസോടുകൂടിയാണ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുക്കാൻ പ്രത്യേക സംഘം പോകുന്നത്. റാന്നി കോടതിയിൽ കൊടുത്ത ശേഷം ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലെടുത്ത ശേഷം സന്നിധാനത്ത്, ബാംഗ്ലൂരിൽ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ, ഹൈദരാബാദിൽ, ബെല്ലാരിയിലടക്കം വിനീത് ജെയിന്റെ വീട്ടിലടക്കം തെളിവെടുപ്പ് നടത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. അതായത് ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം. ആ ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയ സംഘം അവർ തിരികെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയ ശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും ചോദ്യം ചെയ്യൽ നടന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ മണിക്കൂറുകളാണിത്. SITയെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു മൂവാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കൊടുക്കുക കൂടി ഈ കേസിന്റെ ഗ്രാവിറ്റി കോടതിയിൽ അടിവരയിട്ട് പറഞ്ഞ ശേഷം അവർക്ക് മറ്റുദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പറ്റും. ഉദ്യോഗസ്ഥർക്ക്, അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണക്കവർച്ചയെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ, എന്നുള്ള വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് കിട്ടിയ മണിക്കൂറുകളാണെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പാറ്റൂർ റോഡിലേക്ക്, ഈഞ്ചക്കലിൽ നിന്ന് പാറ്റൂർ റോഡിലേക്ക് കടന്നിരിക്കുന്നു. ഒരുപക്ഷെ പത്തനംതിട്ടയിലേക്ക് തന്നെയാണോ മറ്റെവിടെയെങ്കിലും തെളിവെടുപ്പുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കിളിമാനൂർ വഴിയാണ് പോകുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ സ്വാധീനം
നിയന്ത്രണമുള്ള സ്ഥലമാണ് കിളിമാനൂരും കാരേറ്റും പുളിമാത്തും ഒക്കെ. അപ്പോൾ അവിടെ തെളിവെടുപ്പ് നടത്തിയേക്കാം. അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. പക്ഷേ സ്ഥിരീകരിച്ചൊരു വിവരം അല്പസമയം മുൻപ് നടന്ന ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോടതിയിലേക്ക് പോകുന്നത്. തൊട്ടു മുൻപിൽ നമ്മൾ കാണുന്ന KL01 DF 3237 വാഹനം അത് SP ശശിധരന്റെയാണ്. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ കേസന്വേഷണത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് നന്നായി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന പേരെടുത്ത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെയാണ് ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. SP ശശിധരൻ ഇന്നലെ സന്നിധാനത്ത് പരിശോധന നടത്തിയ ശേഷം മടങ്ങി വീണ്ടും തിരുവനന്തപുരത്തെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പുലർച്ചെയും ചോദ്യം ചെയ്യുന്ന നീക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇതുവരെ അവർക്ക് കിട്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ, 4 ചോദ്യം ചെയ്യലിലെ വിവരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിവരം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കടക്കം, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഈ സ്വർണ്ണ കൊള്ളയെക്കുറിച്ച്, സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. രണ്ടാമത്തേത്, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ആ സ്വർണം ഷെയർ ചെയ്തു, ആ സ്വർണം പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കു പോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അതിൽ സ്മാർട്ട് ക്രിയേഷൻസിലും ദുരൂഹതയുണ്ടായി, സ്മാർട്ട് ക്രിയേഷൻസിലും ഗൂഢാലോചന നടന്നു. പ്രത്യേകിച്ച് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്നൊക്കെയുള്ള സൂചനകൾ, എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് മുൻപിൽ വന്നു. നാലാമത്തേത് ഒരു പേരാണ് സ്കേൻ, അത് കൽപേഷ് ആണ്. ഈ കൽപേഷിന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ഉന്നതനാണെന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച മണിക്കൂറുകളാണിത്. അങ്ങനെയാണെങ്കിൽ ആ കൽപേഷിനെ സ്പോൺസർ ചെയ്ത ആ ഉന്നതൻ അത് ദേവസ്വം ബോർഡിൽപ്പെട്ട ആളാണോ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണോ, അതോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിന്റെ ചുരുളഴിയുമ്പോൾ കാണാമറയത്ത് എന്ന ഒരു ഉന്നതൻ വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ബാക്കിയാണ്. ഏതായാലും കൽപേഷ്, നാഗേഷ്, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, ബെല്ലാരി, വിനീത് ജെയിൻ, അങ്ങനെ തുടങ്ങുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യേണ്ട കണക്ഷനുകൾ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പാളയം റോഡിലേക്ക്, ഇഞ്ചക്കലിൽ നിന്ന് പാളയം റോഡിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. അന്വേഷണ സംഘം പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യ വാഹനത്തിൽ പത്തനംതിട്ടയിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ വാഹനം, തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വാഹനം, തൊട്ടു പിന്നാലെ പൈലറ്റ് വാഹനം, അതിന് പിന്നാലെ SP ശശിധരന്റെ വാഹനം. അങ്ങനെ ഈ വാഹനം തിരുവനന്തപുരത്ത് നിന്ന് ജനറൽ ആശുപത്രി വഴി പത്തനംതിട്ട റാന്നിയിലേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും നിർണായകമായിട്ടുള്ള വൈറ്റൽ മൂവിലേക്ക് കടക്കുന്ന ഒരു നിമിഷമായി കൂടി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. നമ്മളെ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കടക്കം ഇക്കാര്യത്തിൽ അവർക്ക് മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു ചെറിയ കൊള്ളയാണോ, ചെറിയ സ്വർണ്ണമോഷണമാണോ? അല്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട് ദേവസ്വം വിജിലൻസ് തന്നെ. അപ്പോഴാണ് SITക്കും വളരെ നിർണായകമായിട്ടുള്ള വിവരം കിട്ടുന്നത്. അതായത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 200 കിലോയിലധികം സ്വർണം ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് കവർന്നു, കട്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചെറിയ തുകയല്ല, ചെറിയതല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല ശാസ്താവിന്റെ ഏറ്റവും പവിത്രമായ, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രശ്നമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരുപക്ഷെ ഇപ്പോൾ SK നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ജനറൽ ആശുപത്രിയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ജനറൽ ആശുപത്രി ഭാഗത്തേക്കാണ്. പത്തനംതിട്ടയിലേക്ക് പോകണമെങ്കിൽ സാധാരണ നമുക്ക് ബൈപ്പാസ് കയറി പോകാം. പക്ഷേ ആ വഴി തെരഞ്ഞെടുത്തിട്ടില്ല. ജനറൽ ആശുപത്രിയുടെ മുൻപിൽ കൂടി, ആ റോഡിൽ കൂടി ഇപ്പോൾ പോവുകയാണ്. ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ഏതായാലും ആ നിർണായകമായ മൂവ്, പലതരത്തിലുള്ള ചോദ്യങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ, ദുരൂഹതയുടെ ചുരുളഴിയുമ്പോൾ തലകൾ എത്ര ഉരുളും. അത് മുരാരി ബാബുവും മറ്റു രാധാകൃഷ്ണനും മാത്രമാണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. ജനറൽ ആശുപത്രി അല്ല എന്നുള്ളത് ജനറൽ ആശുപത്രിയിലേക്കാണ് എന്ന രീതിയിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ജനറൽ ആശുപത്രിയിലേക്കല്ല, വീണ്ടും യാത്ര തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വലിയ പൈലറ്റ്, വലിയ ഗാർഡ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോകുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ആദ്യ അറസ്റ്റാണ്, 1-ാം പ്രതിയുടെ അറസ്റ്റാണ്, 2 കേസുകളിലെ അറസ്റ്റാണ്. അതിൽ ഒന്നാമത്തെ കേസ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കവർന്നെടുത്ത സംഭവം, രണ്ടാമത്തേത് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പടിയിലെ സ്വർണം അത് കവർന്നെടുത്ത സംഭവം. അങ്ങനെ 2 കേസുകളിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വാഹനവ്യൂഹം തിരുവനന്തപുരം പാളയം ഭാഗവും കടന്ന് പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SP ശശിധരൻ, ഈ പ്രത്യേക സംഘത്തിലെ അന്വേഷണ സംഘത്തിന്റെ വാഹനങ്ങൾ, അതൊക്കെയാണ് പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ യാത്ര ഏതാണ്ട് 3.5 മണിക്കൂറോളം നീളും. നേരെ റാന്നി പോലീസ് സ്റ്റേഷനിലേക്കാണോ അതോ മറ്റെവിടേക്കെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു പക്ഷേ പത്തനംതിട്ടയിൽ ഇവരുടെ ഒരു ക്യാമ്പ് ഓഫീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു രഹസ്യ കേന്ദ്രമാണ്.
ഇന്നലെ രാവിലെ 9:30 മുതൽ ഈ പ്രത്യേക സംഘം നടത്തിയ നീക്കങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഇനി അക്കാര്യം പ്രേക്ഷകരോട് പറയാമെന്ന് തോന്നുന്നു. മിനിഞ്ഞാന്ന് വൈകിട്ട് 3:30 ഈ പ്രത്യേക അന്വേഷണ സംഘം ആദ്യമായി കിളിമാനൂരിലെ അല്ലെങ്കിൽ കാരേറ്റിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തി വിവരശേഖരണം നടത്തുന്നത്. ശേഷം ഒരു സംഘം മാത്രം ഈ അവരുടെ കിളിമാനൂർ ഭാഗത്തേക്ക് തുടർന്നു. SP ശശിധരൻ സന്നിധാനത്തേക്ക് പോയി പരിശോധന നടത്തുന്നു എന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് ഇന്നലെ രാവിലെ 7:30 2 സംഘങ്ങൾ കൂടി ഈ കിളിമാനൂർ പുളിമാത്ത് ഭാഗത്തേക്ക് എത്തുന്നതും അതിനുശേഷം അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഒരു രഹസ്യ കേന്ദ്രം എന്ന രീതിയിൽ ക്ലബ്ബുകളിലേക്ക്, പോലീസ് ക്ലബ്ബുകളിലേക്ക് അല്ലെങ്കിൽ ADGPയുടെ ഓഫീസിലേക്ക് എങ്ങും കൊണ്ടുവരാതെ അദ്ദേഹവുമായി വന്നത് ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കായിരുന്നു. അവിടെ ഏതാണ്ട് 10 മണിക്കൂറോളം നീണ്ട പരിശോധന ഇന്നലെ മാത്രം നടത്തി. അതിനുശേഷം ഇന്ന് പുലർച്ചെ വീണ്ടും SP ശശിധരൻ മടങ്ങിയെത്തിയ ശേഷം ഒരു ചെറിയ 45 മിനിറ്റ് ചോദ്യം ചെയ്യൽ. ആ 45 മിനിറ്റ് ചോദ്യം ചെയ്യലിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ അവർ ശേഖരിച്ചിരുന്നു. ആ രേഖകളടക്കം അവർ ഉറപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് മറ്റു ചില പരിശോധന വിവരങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ഇന്നിനി കിട്ടിയില്ലെങ്കിൽ കൂടി അവർക്ക് ഫർദർ ഇനി എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ഒരു നീക്കം. ഏതായാലും ഈ വാഹനവ്യൂഹം PMG കടന്നിരിക്കുന്നു. 3 മണിക്കൂറിനുള്ളിൽ ഈ വാഹനവ്യൂഹം പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി കോടതിയിലേക്ക് എത്തിച്ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.